സത്യസന്ധമായി ജോലി ചെയ്യുന്നവരെ പ്രതികാര നടപടിയിലൂടെ ബുദ്ധിമുട്ടിച്ച് പിണറായി സർക്കാർ. തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാത്തവരെ എങ്ങനെയും ബുദ്ധിമുട്ടിക്കും എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉള്ളത്. DGPയും ഫയർഫോഴ്സ് മേധാവിയുമായ യോഗേഷ് ഗുപ്തക്കെതിരെയാണ് പ്രതികാര മനോഭാവം. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായ പുനർജനി ആരോപണത്തിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ ശുപാർശ ചെയ്തതിന്റെ പ്രതികാര നടപടിയാണിത്. കേസെടുത്തേ മതിയാകൂ എന്ന മുഖ്യന്റെ നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്താനായില്ലെന്ന് യോഗേഷ് റിപ്പോർട്ട് നൽകി. ഒന്നുമില്ലെങ്കിലും കേസ് ഫയൽ അടയ്ക്കരുതെന്നായിരുന്നു അന്ന് വന്ന റിപ്പോർട്ട്. വിജിലൻസ് ഡയറക്ടറായിരിക്കെ കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യക്കെതിരെ ADM നവീൻ ബാബു വിഷയത്തിൽ കേസെടുക്കണമെന്ന ശുപാർശ ചെയ്തതും അതൃപ്തിക്കു കാരണമായി. ഇപ്പോൾ ഇദ്ദേഹത്തിന് സുപ്രധാന പദവിയിലേക്ക് കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോകാനുള്ള ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണ് സംസ്ഥാന സർക്കാർ നൽകാതെ തടഞ്ഞു വെച്ചിട്ടുള്ളത്. ഇത് മനഃപൂർവ്വം മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് അടച്ചു വെച്ചിരിക്കുകയാണെന്നാണ് ആരോപണം. മാസങ്ങൾക്ക് മുന്നേ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് വഴിയും കത്തു നൽകിയിട്ടും അനക്കമില്ലാതായതോടെ CM പോർട്ടിൽ പരാതി നൽകുകയായിരുന്നു. ഈ ആവശ്യവുമായി ചീഫ് സെക്രട്ടറിയെയും DGPയെയും കണ്ടെങ്കിലും ഫയൽ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്താണെന്നായിരുന്നു, ഇടപെടാനാവില്ലെന്നുമായിരുന്നു അവരുടെ മറുപടി. കഴിഞ്ഞ 1.5 മാസത്തിനിടെ 8 തവണയാണ് കേന്ദ്രം ഇതുമായി സംസ്ഥാന സർക്കാരിനെ സമീപിച്ചത്. കൂടാതെ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ ജൂൺ 1-ന് പരാതി നൽകുകയും ചെയ്തു. അത് ഇന്നലെ വരെയും തുറന്നിട്ടുമില്ല. കേരളം കേന്ദ്രത്തിന് കൈമാറിയ പോലീസ് മേധാവി പട്ടികയിൽ നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ എന്നിവർക്ക് പിന്നിൽ മൂന്നാമനായാണ് യോഗേഷ് ഗുപ്തയുടെ സ്ഥാനം. ഇവർക്ക് പിന്നിലാണ് മനോജ് എബ്രഹാം. ആദ്യത്തെ 3 പേരോടും ഇടത് സർക്കാരിന് താല്പര്യമില്ലാത്തതിനാൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത എന്നിവരോട് പട്ടികയിൽ നിന്ന് സ്വയം ഒഴിവാകണമെന്ന് പ്രത്യേക ദൂതൻ വഴി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരുന്നു. എന്നാൽ സർക്കാർ നിർദ്ദേശം ഇരുവരും തള്ളുകയായിരുന്നു. ഇതോടെയാണ് യോഗേഷ് ഗുപ്തയുടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് സർക്കാർ തടഞ്ഞത്. ഇതു സംബന്ധിച്ച് നേരിട്ട് പരാതി അറിയിക്കാൻ മുഖ്യമന്ത്രിയുടെ സമയം യോഗേഷ് ഗുപ്ത തേടിയിരുന്നെങ്കിലും കൂടിക്കാഴ്ച നടന്നില്ല. 2030 വരെ സർവീസുള്ള യോഗേഷ് ഗുപ്ത 3 മാസം മുമ്പ് വരെ പോലീസ് മേധാവിയാവാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിച്ചിരുന്ന ഉദ്യോഗസ്ഥരിൽ ഒരാളായിരുന്നു. അപ്പോഴാണ് PP ദിവ്യക്കെതിരായ കേസെടുക്കണമെന്ന ശുപാർശ ചെയ്തതും സർക്കാരിനോട് കൂടിയാലോചിക്കാതെ KM എബ്രഹാമിനെതിരെ വിജിലൻസ് കേസിന്റെ ഫയലുകൾ CBIക്ക് കൈമാറിയതും. ഇത് സർക്കാരിന്റെ അപ്രീതിക്ക് കാരണമായി. ഇതിനു പിന്നാലെയാണ് അദ്ദേഹത്തെ വിജിലൻസിൽ നിന്ന് ഫയർഫോഴ്സിലേക്ക് മാറ്റിയത്. വിജിലൻസ് ക്ലിയറൻസ് കിട്ടി യോഗേഷ് ഗുപ്ത കേന്ദ്രത്തിന്റെ പരിഗണനയിൽ വരുമ്പോൾ EDയുടെ ഡയറക്ടർ ആവാൻ ചാൻസ് ഉള്ളതാണ് മുഖ്യമന്ത്രിയുടെ പേടിക്ക് കാരണം. മുഖ്യമന്ത്രിയും മകളും മരുമകനും നടത്തിയ ക്രമക്കേടുകളും അഴിമതിയും പുറത്തു വരുമെന്ന പേടിയാണ് ഇതിനു പിന്നിലെന്ന ആരോപണവും അനുമാനവും നിലനിൽക്കുന്നുണ്ട്. ഏപ്രിൽ 24, മെയ് 1, മെയ് 5, മെയ് 9, മെയ് 13, മെയ് 29, ജൂൺ 6, ജൂൺ 18 തീയതികളിലാണ് കേന്ദ്രം സർക്കാരുമായി യോഗേഷ് ഗുപ്തയുടെ കാര്യങ്ങൾക്കായി ബന്ധപ്പെട്ടതും കത്തയച്ചതും. ഇതിപ്പോൾ തുറന്ന നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് കേൾക്കുന്നത്. 1993 ആരംഭിച്ച സർവീസ് യോഗേഷ് ഗുപ്തയ്ക്ക് ഇനി 2030 വരെയുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിൽപ്പെട്ടതുകൊണ്ട് തന്നെ വിജിലൻസ് ക്ലിയറൻസിന് ശേഷം എംബാൻഡ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റിനായുള്ള അപേക്ഷയാണ് ഇപ്പോൾ തടഞ്ഞു വെച്ചിട്ടുള്ളത്. ഇത് മുഖ്യമന്ത്രിയുടെ കയ്യൊപ്പിനായി കാത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് തന്നെയാണ്. ഇതിലാണ് മുഖ്യമന്ത്രി വീഴ്ച വരുത്തുന്നത്.